എൻ്റെ പേര് അമിത സജി. ഞാനിപ്പം കോലഞ്ചേരി ഇറിഗേഷനിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഹോളിമാത അക്കാഡമിയിലാണ് PSC കോച്ചിങ് ചെയ്തത്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇലാഹിയിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ചിറങ്ങിയ ആ വർഷം തന്നെ ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പിന് ഷിപ്പ് യാർഡിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അവിടെ 2 വർഷം ചെയ്തു. അങ്ങനെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ കുറച്ച് ആൾക്കാർ പറഞ്ഞാണ് ഈ ഹോളിമാത അക്കാഡമിയുടെ കാര്യം അറിഞ്ഞത്. അപ്പം പയ്യെ സൺഡേ ബാച്ചിന് വന്നു തുടങ്ങി. സെക്കൻഡ് ഇയർ അവിടെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അങ്ങനെ സൺഡേ ബാച്ച് വന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം അധികം എക്സാംസ് ഉള്ള സമയമല്ലായിരുന്നു. എന്നാലും ക്ലാസ് എടുക്കുന്ന രീതിയും സാറിങ്ങനെ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ എക്സാം ഇടുന്നതൊക്കെ കൊണ്ട് നമുക്ക് പഠിക്കാനൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് അവിടെ നിന്ന് ഇറങ്ങി. 3rd ഇയറും കൂടെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കായിരുന്നു, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് അപ്പം ഈ 3rd ഗ്രേഡിന്റെ എക്സാമിന് വിളിച്ചത്. അപ്പൊ എക്സാമിന്റെ പിന്നെ ഡെയിലി റെഗുലർ ആയിട്ട് പഠിക്കാൻ തുടങ്ങുന്നത് ഈ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം. അപ്പൊ ആ ഒരു 3 മാസം ഞങ്ങള് സ്ഥിരം മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. മോർണിംഗ് ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവിടെ ഇരുന്ന് പഠിക്കായിരുന്നു. അപ്പൊ മോർണിംഗ് ക്ലാസ്സിന് സബ്ജക്ട്സ് അറ്റൻഡ് ചെയ്യുകയും ബാക്കി സമയത്ത് അവിടെ കുറച്ച് ഒരേപോലെ പഠിക്കുന്ന കുറച്ച് ആൾക്കാർ കൂടി ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തുകയും ചെയ്തു. അങ്ങനെയാണ്. അപ്പം ഭയങ്കര എളുപ്പമായിരുന്നു. തീരെ എഫേർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ട വന്നിട്ടില്ല. സാറ് പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പഠിച്ച് എക്സാമിന് വളരെ അധികം എഫേർട്ട് ഇട്ട് പഠിച്ച പോലെ തോന്നിയില്ല. നല്ല ഈസി ആയിരുന്നു എക്സാം അങ്ങനെ പഠിച്ചത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ കമ്പൈൻ സ്റ്റഡി ഒക്കെ പഠിക്കുക. പിന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പഠിക്കുന്നതിന്റെ ആണ് നമുക്ക് അതിന് ഫലം കിട്ടുന്നത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു പരീക്ഷ കിട്ടുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കണം.